നല്ല പഴുത്ത് നോക്കി 2 ഏത്തപ്പഴവും 5 രൂപയുടെ 2 ബൂസ്റ്റും ഇതും കൊണ്ടാണ് ആ സ്റ്റാക്ക് ഉണ്ടാക്കുന്നത്. ഇനി ഇത് നമുക്ക് ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ഏത്തപ്പഴത്തിന് 5 രൂപയുടെ ബൂസ്റ്റ് ചേർത്താൽ മതി. ഇപ്പോൾ 2 എണ്ണം ഉണ്ട്, അതുകൊണ്ട് 2 പാക്കറ്റാണ് ഞാൻ ഇതിനകത്ത് ചേർത്തത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര്, 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയാണ്. ഇനി നമുക്ക് കുറച്ച് വറുത്ത കപ്പലണ്ടി, 1 നുള്ളു ഉപ്പ് പൊടിയും കൂടെ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ചേർക്കാതെ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനേ. കുറച്ച് മൈദയുടെ നമുക്ക് ആവശ്യമുണ്ട്. ഒരല്പം ഓയിൽ കയ്യിലോട്ട് തൂത്തിട്ട് ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് പിടിച്ച് റെഡിയാക്കിയെടുക്കണം. ഒരു 10 മിനിറ്റ് ഒന്നിരിക്കട്ടെ. ഒരല്പം ഓയിലെടുത്ത് കയ്യിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് തൂത്ത് കൊടുക്കുക, അങ്ങോട്ട് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ ഇത് ഒരു 18 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് പേരക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് വേണം അത് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാണ് കോര. ഇനി നമുക്ക് ബാക്കിയൂടെ അതേ രീതിയിൽ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ഇതേപോലെ റെഡിയായിട്ടുണ്ട്. അതിൽ കോരിയെടുക്കാം. എണ്ണ ഒന്ന് നിർത്തി കോരി അങ്ങോട്ടിടും. തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് ഒരു 4 മണി പലഹാരം.